ലോകത്തിലാദ്യമായി മുഴുവനായും ഐമാക്സിന്റെ ഫിലിം ക്യാമറയിൽ മാത്രം ഷൂട്ട് ചെയ്ത സിനിമയാണ് ക്രിസ്റ്റഫർ നോളൻ ഡയറക്ട് ചെയ്ത ഒഡീസി എന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ അറിയാമായിരിക്കും. എന്നാൽ ഈ ഒഡീസി എന്ന സിനിമയ്ക്ക് വേണ്ടി മാത്രം ഐമാക്സ് എന്ന കമ്പനി ഒരു പുതിയ ക്യാമറ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? പൊതുവെ ഐമാക്സ് ഫിലിം ക്യാമറകളുടെ ഒരു പ്രശ്നമായി പറയാറുള്ളത് അതിൻ്റെ ശബ്ദമാണ്. ക്യാമറ റൺ ചെയ്യുന്ന സമയത്ത് ഉള്ളിൽ ഫിലിം റോളുകൾ അതുപോലെ ഷട്ടർ ഇതെല്ലാം ഉണ്ടാകുന്ന ശബ്ദം സെറ്റിൽ ഇങ്ങനെ നിറഞ്ഞു നൽകും. അഭിനയിക്കുന്നവർക്ക് എന്നും ഇതൊരു ശല്യമാണ്. ഒഡീസി എന്ന ഈ സിനിമ വളരെയധികം സംഭാഷണങ്ങളുള്ള ഇമോഷണൽ എപ്പിക് ഡ്രാമയാണ്. അതുകൊണ്ട് ശബ്ദമില്ലാത്ത ഒരു ഐമാക്സ് ക്യാമറ തികച്ചും അത്യാവശ്യമാണ്. ക്രിസ്റ്റഫർ നോളനും ഐമാക്സ് കമ്പനിയുമായിട്ടുള്ള വളരെ കാലത്തെ കൊളാബറേഷൻ നമുക്കറിയാം. അതിൻ്റെ ഫലമായിട്ടുണ്ടായ ഒരു പ്രോഡക്റ്റാണ് ഈ പുതിയ ക്യാമറ എന്ന് പറയാം. ഫിലിം ക്യാമറകളുടെയൊക്കെ ഒരു ടെക്നിക്കൽ ബെഞ്ച് മാർക്കുകളെ കുറെ കൂടി ഉയർത്തി സെറ്റ് ചെയ്തിരിക്കുകയാണ് ഈ പുതിയ ഐമാക്സ് ക്യാമറ. ഇതിന് പേര് കൊടുത്തിരിക്കുന്നത് ഐമാക്സ് കെയ്ലി ക്യാമറ എന്നാണ്. ഐമാക്സ് കമ്പനിയുടെ ആദ്യത്തെ ചീഫ് ക്വാളിറ്റി ഓഫീസറായിട്ടുള്ള ഡേവിഡ് കെയ്ലിയോടുള്ള ആദര സൂചകമായിട്ടാണ് ഈ ക്യാമറയ്ക്ക് അദ്ദേഹത്തിൻ്റെ പേര് കൊടുത്തിരിക്കുന്നത്. ആദ്യം ഇതിൻ്റെ ശബ്ദം കുറയ്ക്കാനായിട്ട് അവർ ചെയ്തത് ഈ ക്യാമറയെ പൊതിഞ്ഞ് ഒരു കസ്റ്റം ഹൗസിംഗ് ഉണ്ടാക്കി. ഇതിനെ ബ്ലിംപ് എന്നാണ് വിളിക്കുന്നത്. ഈ ഒരു കേസിംഗ് ഉള്ളതുകൊണ്ട് വളരെ സൈലന്റ് ആയിട്ടുള്ള സീനുകൾ ഷൂട്ട് ചെയ്യുമ്പോൾ ക്യാമറയുടെ ഭീകരമായിട്ടുള്ള സൗണ്ട് ഉണ്ടാവില്ല. പക്ഷെ ഇത്രയും വലിപ്പമുള്ള ഒരു കേസ് ആയതുകൊണ്ട് ഓവർ ദി ഷോൾഡർ ഷോട്ടൊക്കെ എടുക്കുന്ന സമയത്ത് ക്യാമറയ്ക്ക് മുമ്പിൽ നിൽക്കുന്ന അഭിനേതാക്കൾ നോക്കുന്നത് ക്യാമറയിൽ നിന്ന് അല്പം മാറിയായിരിക്കും. ഇതൊഴിവാക്കാനായി ക്യാമറയുടെ ലെൻസിനോട് ചേർന്ന് ഒരു മിറർ സിസ്റ്റം സെറ്റ് ചെയ്തിട്ടുണ്ട്. സൗണ്ട് പ്രൂഫ് ചെയ്തിരിക്കുന്നത് പോലെ തന്നെ ക്യാമറയ്ക്കുള്ളിൽ ശബ്ദമുണ്ടാക്കുന്ന വസ്തുക്കളുടെ, അതായത് ഈ ഫിലിം മൂവ് ചെയ്യിപ്പിക്കുന്ന ഗിയറുകളുടെയും മോട്ടറുകളുടെയും ഒക്കെ മെറ്റീരിയൽ മാറ്റിക്കൊണ്ട് ക്യാമറ ഉണ്ടാക്കുന്ന ശബ്ദം തന്നെ 30% കുറച്ചിട്ടുണ്ട്. സൗണ്ട് കുറയ്ക്കുക എന്നുള്ളത് മാത്രമല്ല കെയ്ലി ക്യാമറയുടെ ഉദ്ദേശം. ഐമാക്സ് ക്യാമറകളുടെ വെയിറ്റ് വളരെ കൂടുതലാണ്. ഇവിടെ അത് കുറയ്ക്കാനായിട്ട് കാർബൺ ഫൈബർ ഉപയോഗിച്ചുള്ള സ്പെഷ്യൽ ബോഡിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒപ്പം മെറ്റൽ പാർട്ടുകളിൽ ടൈറ്റാനിയമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഏറ്റവും പുതിയ വ്യൂ ഫൈൻഡർ, അതുപോലെ ഫിലിമിൻ്റെ റണ്ണിങ് സ്പീഡ്, ഇനി എത്ര ഫിലിം ബാക്കിയുണ്ട് എന്നതിന് മുമ്പത്തേക്കാൾ കൂടുതൽ വിവരങ്ങൾ കാണിച്ചു തരുന്ന പുതിയൊരു LCD ഡിസ്പ്ലേ ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്. ഡിജിറ്റൽ ക്യാമറയിൽ കാണാറുള്ള തരം കൺട്രോളുകൾ ഈ അനലോഗ് ഫിലിം ക്യാമറയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഒപ്പം വോൾട്ടേജ്, സിസ്റ്റം ടെമ്പറേച്ചർ, അതുപോലെ ക്യാമറ ഡ്രോ ചെയ്യുന്ന കറണ്ടിൻ്റെ അളവ് ഇതെല്ലാം ലൈവായിട്ട് റീഡ് ചെയ്യാനുള്ള ഓപ്ഷനും ഇതിലുണ്ട്. പലരും കരുതിയിരിക്കുന്നത് ഒഡീസി സിനിമ മുഴുവൻ ഷൂട്ട് ചെയ്തത് ഈ പുതിയ ക്യാമറയിലാണെന്നാണ്. എന്നാൽ അത് ശരിയല്ല. സംഭാഷണങ്ങൾക്ക് പ്രാധാന്യമുള്ള വളരെ സൈലൻ്റ് ആയിട്ടുള്ള സീനുകളിലാണ് ഈ ക്യാമറ പ്രധാനമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. വളരെ വൈഡ് ആയിട്ടുള്ള സീനുകളിലും ആക്ഷൻ സീനുകളിലൊക്കെ പഴയ MSM 9802 ഐമാക്സ് ക്യാമറ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ചിലവ് കുറയ്ക്കുക എന്ന് തന്നെയാണ് ഉദ്ദേശം. ഒപ്പം കൈകാര്യം ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമാണ്.